ഏവർക്കും നമസ്കാരം. ഇത് ഒരു പുതിയ ചാനലാണ്, സ്റ്റഡി മാത്സ്. മാത്സിൻ്റെ വിവിധ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചാനലാണ്. പുതിയ ചാനലാണ്, ആദ്യത്തെ വീഡിയോ ആണ്. കാണുന്നവരുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ പ്രസിദ്ധമാക്കാൻ താല്പര്യപ്പെടുന്നു. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. പുതിയ ചാനലിനോട് നിങ്ങൾ നല്ല രീതിയിൽ നല്ല മനോഭാവത്തോടു കൂടി ഇടപെടുമെന്ന പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വീഡിയോ ആരംഭിക്കുന്നു. എൻ്റെ പേര് മുരളി, ഞാൻ മാത്സ് ടീച്ചർ. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് 6x + 6y = 42 ആൻഡ് x + y = 3. ഫൈൻഡ് x ആൻഡ് y. വളരെ ഇമ്പോർട്ടൻ്റായ ആൾജിബ്ര ഒരു ക്വസ്റ്റ്യനാണ്. ലാസ് ഓഫ് ഇൻഡിസസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പറയുന്നൊരു ചോദ്യമാണ്. പലർക്കും ഇത് ശരിയായ രീതിയിലുള്ള ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നു. അപ്പോൾ 6x + 6y = 42 എന്ന് നമുക്കൊന്ന് എഴുതാം. എന്നാൽ തന്നിരിക്കുന്ന കണ്ടീഷൻ 6x + 6y = 42. നമുക്ക് പിന്നൊരു റിലേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? x + y = 3. അപ്പോൾ നമുക്ക് x + y കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമുക്കൊരു 6x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും? 6x × 6x + 6y = ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലൈ ബാലൻസ് ചെയ്യാൻ വേണ്ടി റൈറ്റ് സൈഡിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 42 × 6x. ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ബ്രാക്കറ്റ് അകത്തോട്ട് കൊടുക്കുമ്പോൾ 6x × 6x ദാറ്റ് ഈസ് ഈക്വൽ ടു 6/2x. എന്തുകൊണ്ടാണ്? 6x × 6x am × an is equal to am + n എന്ന ലാസ് ഉപയോഗിച്ച് x + x 2x ആവും. അതേപോലെ 6x × 6y ബേസ് തുല്യമായതുകൊണ്ട് നമുക്ക് പവേഴ്സ് ആഡ് ചെയ്യാം. 6x + y ഈസ് ഈക്വൽ ടു 42 × 6x. ഇത്രയും കിട്ടിയല്ലോ. ഈ x + yയുടെ വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലോ. നമുക്കവിടെ 3 എന്ന് എഴുതാം. അപ്പോൾ എന്ത് കിട്ടി? 6/2x + 6/3 ഈസ് ഈക്വൽ ടു 42 × 6x. ഇനി നമുക്കിവിടെ എന്തൊരു ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇവിടെ ഒരു 6x ഉണ്ട്, ഇവിടെ ഒരു 6/2x ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് എഴുതാം, ഇത് 6x ആണ്. ഓക്കെ, ദെൻ നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. 6x നമുക്കൊരു y എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6x y ആണെങ്കിൽ 6/2x എന്താവും? y² ആവും. പ്ലസ് 6/3 എന്ന് വെച്ചാൽ എന്താണ്? 6 × 6 × 6 36, 36 × 6 216 ഈസ് ഈക്വൽ ടു 42 × 6x. അപ്പോൾ ഈ 42 × 6x അല്ല, 42 × 6x എന്ന് വെച്ചാൽ y ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 42 × y. ഈ 42y നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എടുക്കുമ്പോൾ എന്ത് കിട്ടും? y² - 42y + 216 ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ എന്ത് കിട്ടി? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എങ്ങനെയാണ്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 216 + 216 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ -42 കിട്ടണം. അപ്പോൾ നമുക്കിനി 42നെ സ്പ്ലിറ്റ് ചെയ്യാം. y² - 36y - 6y + 216 ഈസ് ഈക്വൽ ടു 0. ഇതാണ് മിഡ് ടേം സെപ്പറേഷൻ മെത്തേഡ്. അപ്പോൾ ഇതിൽ നിന്ന് ഫസ്റ്റ് 2 ടേമിൽ നമ്മൾ ആരെ കോമൺ എടുക്കും? y കോമൺ എടുക്കും. y × y - 36 മൈനസ് ഹിയർ വാട്ട് ആർ കോമൺ? 6 കോമൺ എടുക്കുമ്പോൾ ബാക്കി ആരുണ്ട്? y + 216 -y പോകുമ്പോൾ -6 പോകുമ്പോൾ -36 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ രണ്ടും കോമൺ, y - 36 കോമൺ ആണ്. അപ്പോൾ y - 36 ×
വൈ മൈനസ് 6 ഇവിടുത്തെ 6 കോമൺ എടുത്തു ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വൈയുടെ വാല്യൂ കിട്ടി. വൈയുടെ വാല്യൂ എന്താണ്? വൈ ഈസ് ഈക്വൽ ടു 36 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 6. അപ്പോൾ വൈക്ക് 2 വാല്യൂ കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ എഴുതാം? വൈ ഈസ് ഈക്വൽ ടു 36 ആണെങ്കിൽ എന്താണ് വൈ? 6 റേസ് ടു എക്സ്. ദെൻ 6 റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു വൈ 36 ആണ്. 36 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 6 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമുക്കിവിടെ ബേസ് തുല്യമാണെങ്കിൽ പവറും തുല്യമായിരിക്കും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ വൈ എത്ര ആയിരിക്കും? എക്സ് പ്ലസ് വൈ 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് 2 ആണെങ്കിൽ വൈ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. അപ്പം നമുക്ക് ഒരു വാല്യൂ കിട്ടി. 2 കേസാണ്. ഒരു കേസ് ഇത്. സെക്കൻഡ് കേസ് ഏതാണ്? 6 റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു 6 ആണല്ലോ. 6 റേസ് ടു 1. അപ്പം നമുക്കിവിടെ എന്ത് കിട്ടി? അടുത്ത കേസ് എന്ത് കിട്ടി? എക്സ് ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 2 കിട്ടി. ഇതാണ് 2 വാല്യൂസ് 2 കേസിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് ഈ ചോദ്യത്തിനുള്ള സൊല്യൂഷൻ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ സഹകരണം വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തുന്നു. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.